പ്രാർത്ഥിക്കുമ്പം ഏറ്റവും അധികം നമുക്കുണ്ടാവേണ്ട ഒരു ഗുണം ക്ഷമയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. അങ്ങനെ ക്ഷമയോടെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയാണല്ല നമ്മുടെ പ്രാർത്ഥനകൾ കുറേ കൂടി സുന്ദരമായിട്ട് മാറും. പ്രാർത്ഥനകൾ വേറൊരു ലെവലിലേക്ക് ഉയരും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, നന്മ നിറഞ്ഞ മറിയമേ തമ്പുരാനെ നടന്ന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് ഇങ്ങനെ ഉള്ളിൽ കടന്ന് മതിക്കുന്നത്. ആ ചിന്തയോടുകൂടിയാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മനോഹരമാവാതെ കടന്നു പോകും. ഇങ്ങനത്തെ ചിന്തകളാണ്. സങ്കീർത്തകൻ എന്ന് പറയുന്നു, ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഈ കർത്താവ് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേൾക്കണമെന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റും. ക്ഷമാപൂർവം പ്രാർത്ഥിക്കാൻ പറ്റിയാൽ മതി. റിസൾട്ടുകളെ കുറിച്ച് ആകാംക്ഷയോടെ കൂടി പ്രാർത്ഥിക്കാൻ ഇടവരാതിരുന്നാൽ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.